ഗബ്രി പുറത്തായതിനെക്കുറിച്ചുള്ള ചർച്ചയെന്ന് വെച്ചാൽ വീടിനകത്തും പുറത്തുമായാലും അത് വലിയ രീതിയിൽ തന്നെ നടക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീടിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കെല്ലാം ഒരേ അഭിപ്രായമാണുള്ളത്. പക്ഷേ അതാരും അങ്ങോട്ട് മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്നില്ല. എല്ലാവരും ഇൻഡയറക്റ്റായിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന 2 പേരെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന് അർജുനും സിജോയും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ സിജു ഇതിനകത്ത് പറയുന്നുണ്ട്, ഗബ്രി പോകാനുള്ള മെയിൻ റീസൺ ജാസ്മിൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുനും പറയുന്നത് അത് ശരിക്കും ഗബ്രി പോകാനുള്ള റീസൺ അവൾ തന്നെയാണെന്ന് അർജുനും അത് ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പറയുന്നത് അത് അവനിപ്പം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലായി കാണും. അവനിപ്പോൾ എവിക്റ്റ് ആവാൻ കാരണം ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് കളിച്ചതുകൊണ്ടാണ് അവൻ പുറത്ത് പോയപ്പം അവന് മനസ്സിലായി കാണും എന്നും അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ഇനി അഥവാ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവന് അത് മനസ്സിലാകാനുള്ള ചാൻസ് അവനിപ്പോൾ മനസ്സിലാകാനുള്ളൊരു ഇത് അവനിപ്പം തന്നെ ആയി കാണും. കാരണം അവ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഇവിടെ നിന്നേനെ. പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനുള്ള ഒരു ഇത് അവൻ കാണിക്കാഞ്ഞത് കൊണ്ടാണ് ഇപ്പം അവന് പുറത്ത് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ടോപ്പ് 5 നിൽക്കേണ്ട ആൾക്കാരിൽ ഒരാൾ അവനായിരുന്നു എന്ന് സിജോ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് വിടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അവന് എന്ന് പറയുമ്പോൾ സിജോ പറയുന്നുണ്ട് അത് കറക്റ്റാണ്, അവൻ അതിന് അഡിക്റ്റഡായി പോയെന്നും സിജോ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നതെന്ന് വെച്ചാൽ വീട്ടിലായാലും ഫുൾ ഈ ഒരു ടോക്കാണ് നടക്കുന്നത്. കാരണം നല്ല ഗെയിമറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഗബ്രി. കാരണം ഗബ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് തൊട്ട് ഈ ഒരു ഗബ്രി 50 ദിവസം വരെ അതിനകത്ത് നിന്നതിലുള്ള എല്ലാ ഗെയിമിലും ഗബ്രിയുടേതായിട്ടുള്ള നല്ലൊരു പെർസെൻറ്റേജ് ഗബ്രിക്ക് കളിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഗബ്രി അതിനകത്ത് കളിച്ച് പല ഗെയിമിലും ഗബ്രി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഗബ്രി ഇപ്പോൾ ഔട്ടാവാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ ജാസ്മിനെ നമുക്ക് ഭൂരിഭാഗവും ജാസ്മിനാണ് അതിന് 99% കാരണം. പക്ഷേ അതിൽ 1% നിൽക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇപ്പോൾ പുതുതായി കൊണ്ടുവന്ന കുറച്ച് റൂൾസ് ഉണ്ട്. പവർ ടീം എന്ന് പറയുന്ന ഒരു പുതിയൊരു റൂൾ എടുത്തിട്ടപ്പോഴത്തേക്ക് അതിനകത്ത് വീക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്ത് കയറി നിന്ന് സേഫായിട്ട് നിന്നു. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ഗബ്രി പോയ ഒരു എവിക്റ്റഡ് എപ്പിസോഡിൽ വീക്കായിട്ടുള്ളവരെല്ലാം ഈ പവർ റൂമിനകത്താണ് ഇരുന്നത്. അല്ലാണ്ട് നമ്മൾ കളിക്കുന്ന അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ളവരായിരുന്നു എവിക്റ്റഡ് ലിസ്റ്റിലുണ്ടായിരുന്നത്, എവിക്ഷനുള്ള ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ ഒരു ലിസ്റ്റിൽ വന്നതിൻ്റെ കൂട്ടത്തിലാണ്. കാരണം ആ ഒരു ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, പ്രേക്ഷക പിന്തുണ ഒരുപാട് കൂടുതലുള്ള ആൾക്കാരായിരുന്നു ഉള്ളത്. ഈ പറയുന്ന സിജോ, ജിൻഡോ, ജാസ്മിൻ, അതുപോലെ അഭിഷേക്, അൻസിബ, അങ്ങനെയുള്ള കളിയിൽ നല്ല ഗെയിമിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ആൾക്കാരായിരുന്നു നിന്നത്. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ അത്രയും എവിക്റ്റഡിൽ അത്രയും ശക്തരായ കണ്ടസ്റ്റൻസ് ഉള്ളപ്പോൾ അവരിലുള്ള റിവിഷൻ നടന്നത് കൊണ്ടാണ് ഗബ്രി ഇപ്പോൾ ഔട്ടാകാൻ കാരണം. അതല്ല ഈ ഒരു പവർ റൂം ഇതിനകത്ത് മേക്ക് ചെയ്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ആ എവിഷന് അർഹതപ്പെട്ട ആൾക്കാരെ പുറത്ത് പോകത്തുള്ളായിരുന്നു. ഈ ഒരു വ്യക്തി ഇപ്പം പുറത്ത് പോകാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പുറത്ത് പോകാനുള്ളവർ പുറത്ത് പോയി, അകത്ത് നിൽക്കാനുള്ളവർ അകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കളി ഫിനാലയിലോട്ട് അടുക്കുമ്പോൾ അത്രയും ടഫായിരിക്കും. അപ്പോൾ ഇതിനകത്തിപ്പം ഗബ്രി പോയതുകൊണ്ട് തന്നെ ജാസ്മിൻ വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു ടൈമും കൂടാണ്. അത് പോരാത്തതിന് തന്നെ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഭയങ്കര ഇമോഷണലി പറയുന്നുണ്ട്, ഇനി ഒരാഴ്ചയും കൂടെ ഞാൻ നോക്കും, അത് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് പോകും എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പോവുമോ ഇല്ലയോ, അതോ ജാസ്മിൻ ഇനി പഴയതിനെക്കാട്ടിയും എനർജറ്റിക്കായിട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് വാശിയേറിയ മത്സരമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം എന്തായാലും ഇപ്പോഴത്തെ പവർ റൂം മേക്ക് അതിനകത്ത് വീക്കായിട്ട് ഉള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നോറ ആയിരിക്കും. ബാക്കി ഉള്ളവരെല്ലാം ഓക്കെ ആയിട്ട് അത്യാവശ്യം നിൽക്കുന്ന ആളാണ്. പക്ഷേ നോറ ഇപ്രാവശ്യം എവിക്റ്റഡ് ആവുന്നതിന് ബുദ്ധിപൂർവ്വം ബിഗ് ബോസ്
നമ്മുടെ അതിഥിയായിട്ട് വന്ന രതീഷിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ നോറ ഇപ്പോൾ അടുത്ത എവിക്ഷനിൽ അതുകൊണ്ട് സേഫായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല വീക്കായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പവർ റൂം എന്ന് പറയുന്ന പുതിയൊരു സംഭവം മേക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് നല്ലതുപോലെ കളിക്കുന്നവർ പുറത്തു പോവുകയും അല്ലാതെ കളിക്കാതെ സേഫായിട്ട് എന്താ ഒന്ന് സ്വന്തം ഇതൊക്കെ നോക്കിയിട്ട് സേഫായിട്ട് നിൽക്കുന്നവർ രക്ഷപ്പെട്ട ഒരു മൂലയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കപ്പ് ഇതിന് ഡിസർവിങ് ആയിട്ട് ഇനി ആരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ കപ്പെന്ന് പറയുന്നത് അതിന് ഡിസർവിങ് ആയിട്ടുള്ള അതിന് അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടട്ടെന്ന് നമുക്ക് വിചാരിക്കാം.